ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത്. ശ്രുതി ഇങ്ങനെ എന്തോ ചിന്തിച്ചുകൊണ്ട് തന്നെ ഷോറൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ശ്രുതി വന്ന് പറയുന്നുണ്ട്, ശ്രുതി ഫ്രിഡ്ജിൻ്റെയും വാഷിംഗ് മെഷീൻ്റെയും ഒക്കെ ഓർഡേഴ്സ് തീർന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇനി കൂടുതൽ ഓർഡർ കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ശ്രുതി കേൾക്കുന്നില്ല കേട്ടോ. ശ്രുതി ഇങ്ങനെ തട്ടി വിളിച്ചിട്ട് ശ്രുതി കേൾക്കുന്നുണ്ട്, ശ്രുതി നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നേ. അപ്പോഴാണ് ശ്രുതി പെട്ടെന്ന് ഒരു ഷോക്കിൽ നിന്ന് എഴുന്നേക്കുന്നത് പോലെ ചാടി എഴുന്നേക്കുന്നുണ്ട്. എന്താ ശ്രുതി, എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഡീലേഴ്സിനെ വിളിച്ചിട്ട് ഓർഡർ പറയാൻ പറയുന്നുണ്ട്. ഓ അതാണോ പറഞ്ഞത്? ഇതൊക്കെ എനിക്കറിയാം ശ്രുതി. എന്നാൽ ഡീലേഴ്സ് പറഞ്ഞിരിക്കുന്നത് 75,000 രൂപ അർജൻറ്റായിട്ട് ഇട്ട് കൊടുക്കാനാണെന്നേ. അത്രയേ ഉള്ളൂ, അതങ്ങ് ഇട്ട് കൊടുത്താൽ പോരെന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്താണ് ശ്രുതി പറയുന്നത്, ശ്രുതി എൻ്റെ അക്കൗണ്ടിലുള്ള ക്യാഷ് മുഴുവൻ തീർന്നിട്ടുണ്ട്, കുറച്ച് ഞാൻ മറ്റൊരു കുറേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു, പിന്നെ നിന്റെ കൂട്ടുകാരിമാരെ സഹായിക്കാൻ വേണ്ടി പോയിട്ട് ഇപ്പോൾ സാധനങ്ങൾ എടുക്കാനുള്ള ക്യാഷ് പോലും ഇല്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, മറ്റുള്ളവരെ സഹായിക്കാൻ പോയിട്ട് എൻ്റെ കയ്യിലൊന്നും ഇല്ലാതായി പോയെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. ആ കൂടെ തന്നെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല മീരയുടെ അമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, വലിയ സർജറിയൊക്കെ കഴിഞ്ഞിട്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പെട്ടെന്ന് നിൽക്കുന്നുണ്ട്, മീരയുടെ അമ്മയ്ക്കോ, എന്ത് പറ്റി? അല്ല നീയല്ല പറഞ്ഞ വലിയ സർജറി? അതാവോ. അപ്പോഴാണ് കേട്ടോ നമ്മുടെ ശ്രുതി ഓർത്തെടുക്കുന്നത്. കാരണം മീരയുടെ അമ്മ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ടും കൂടി ശ്രുതിയും മീരയും കൂടി ചേർന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് വീണ്ടും 75,000 രൂപയും കൂടി മേടിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ശ്രുതി പെട്ടെന്ന് അതങ്ങ് മറന്നുമായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും ശ്രുതി ആ സമയത്ത് ക്യാഷ് കൊടുത്ത് സഹായിച്ചത് കൊണ്ട് മീരയുടെ അമ്മ ഇപ്പോൾ നല്ല ബെറ്റർ ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്തുന്നുണ്ട് കേട്ടോ. മീരയുടെ അമ്മ ജീവിച്ചിരിക്കാൻ കാരണം തന്നെ ശ്രുതിയാണ്. ശ്രുതി ആ സമയത്ത് പൈസ കൊടുത്ത് സഹായിച്ചുകൊണ്ടാണ്. അതിന് ഒരുപാട് നന്മ കിട്ടും. മീര ഒരുപാട് നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ലെന്നൊക്കെ പറഞ്ഞൊന്നും പറഞ്ഞ് ശ്രുതിയെ ഇങ്ങനെ പുകഴ്ത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ശ്രുതി ഇങ്ങനെ പെറുപെറുക്കുന്നുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാൻ പോയിട്ട് ഇപ്പോൾ നമ്മളാണ് പെട്ടിരിക്കുന്നതെന്നൊക്കെ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇപ്പൊ എന്തിനിങ്ങനെ ടെൻഷൻ അടിച്ച്, ശ്രുതി എന്തൊക്കെയായി പറയുന്നേന്ന്? ശ്രുതി മറ്റൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. ശ്രുതിക്ക് എന്തായാലും ഈ ചെയ്ത നന്മ പ്രവൃത്തി കൊണ്ട് തന്നെ ഒരുപാട് കച്ചവടമൊക്കെ കിട്ടും, നല്ല നിലയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നൊക്കെ പറയാനേ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കടയിലേക്ക് കയറി വരുന്നുണ്ട്. ശ്രുതി പറഞ്ഞതുപോലെ തന്നെ നല്ല ഒരു കസ്റ്റമർ ആണെന്ന് തോന്നുന്നു, ഞാൻ പോയി ഡീൽ ചെയ്യട്ടെ എന്നും പറഞ്ഞ് ശ്രുതി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ധൃതി വെച്ചിട്ട് അവരുടെ അടുത്തേക്ക് അങ്ങ് പോവാണ്. അങ്ങനെ ആ വന്ന ആളെ കൊണ്ടുപോയി ശ്രുതി എല്ലാ സാധനങ്ങളും ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാൾ TV, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അങ്ങനെ എല്ലാ ഹൈ ലെവലിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഓർഡർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ അയാൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ശ്രുതി ഓടി വന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി എന്തായാലും നീ പറഞ്ഞതുപോലെ നല്ല സമയം തുടങ്ങിയെന്ന് തോന്നുന്നു. അയാളിപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് ഒരു 10 ലക്ഷം രൂപയുടെ എങ്കിലും ബിസിനസ് നടക്കും, നമുക്കൊരു 2 ലക്ഷം രൂപയെങ്കിലും പ്രോഫിറ്റ് കിട്ടുമെന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ശ്രുതിയുടെ നല്ല മനസ്സിന് നല്ലതേ സംഭവിക്കൂന്ന്. എന്തായാലും വാ ശ്രുതി, നീയും കൂടി വന്നിട്ട് ആ ഡീലറിനെ കാണുമെന്നും പറഞ്ഞിട്ട് ആ കസ്റ്റമറെ കാണുമെന്നും പറഞ്ഞിട്ട് ശ്രുതിയെ കൂടി അങ്ങേരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ചെന്ന് നിന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, സർ ഇപ്പൊ അറൗണ്ട് ഒരു 30 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് നിങ്ങൾ നോക്കി വെച്ചിട്ടുള്ളത്. പിന്നെ സാർ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണെന്ന് ഇന്നിപ്പോൾ ബുക്ക് ചെയ്താൽ നാളെ തന്നെ ഡെലിവറി ചെയ്യാന്ന് പറയുകയാണേ. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, അയ്യോ അത് നാളത്തേക്കിനല്ല 7-ാം തീയതിയിലത്തേക്കിനാണെന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ശ്രുതി ചോദിക്കുന്നുണ്ട്, അതെന്താ സാർ അങ്ങനെ 7-ാം തീയതി? അതോ ഞാൻ എറണാകുളത്തൊരു ഫ്ലാറ്റ് നോക്കി വെച്ചിട്ടുണ്ട്, ആ ഫ്ലാറ്റും കൂടി വാങ്ങിച്ചിട്ട് അവിടേക്കുള്ള സാധനങ്ങളാണ് ഇപ്പോൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അറൗണ്ട് 30 ലാഖ് ആയതേ ഉള്ളൂ. അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് വലിയ എമൗണ്ടിനുള്ള സാധനങ്ങൾ തന്നെ വേണം, അതൊന്നും നിങ്ങളുടെ കടയിൽ അത്രയ്ക്കൊന്നും ഇല്ലല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയെ ഇങ്ങനെ പുച്ഛിക്കുന്ന തരത്തിലാണ് കേട്ടോ അയാൾ സംസാരിക്കുന്നത്. അപ്പോഴേക്കും ശ്രുതി അപ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ല സാർ ഈ 7-ാം തീയതിന്ന് ഒരു കൃത്യ ഡേറ്റ് പറഞ്ഞല്ലോ, അത് എന്തുകൊണ്ടാണെന്നേ?
ഓ അതാണോ, അന്നാണ് എൻ്റെ ലോട്ടറിയുടെ ഫലം വരുന്നത്. എൻ്റെ അനിയൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാം വാങ്ങിക്കുമെന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിയും ശ്രുതിയും കൂടി ആകെ അങ്ങ് ഷോക്ക് ആവുകയാണ് കേട്ടോ. എന്താ സാർ നിങ്ങൾ പറഞ്ഞത്? അപ്പോൾ ഇപ്പോൾ പോക്കറ്റിൽ ക്യാഷ് ഒന്നും ഇല്ലേന്ന് ചോദിക്കുന്നുണ്ടേ. ഇപ്പോൾ പോക്കറ്റിൽ വേണമെന്നില്ലല്ലോ. എന്തായാലും ഇപ്പോൾ അടിക്കാൻ പോകുന്നത് 25 കോടിയുടെയാണ് ലോട്ടറിയാണ്. എന്തായാലും അത് ഉറപ്പായിട്ടും എനിക്ക് തന്നെ ആയിരിക്കുമെന്ന് ഒരു ജ്യോത്സ്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് അങ്ങ് കൺട്രോൾ പോവാണ് കേട്ടോ. കയ്യിൽ 1 രൂപ പോലും ഇല്ലാതെ ലോട്ടറി അടിക്കുമെന്നും പറഞ്ഞിട്ടാണോ രാവിലെ ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നത്? ഇന്ന് തനിക്ക് ഞങ്ങളെ കണ്ടിട്ട് എന്തെന്നാ തോന്നുന്നത്? ഈ ഷോറൂമിൽ എല്ലാവരെല്ലാം പൊട്ടന്മാരാണെന്നോ? ഇത്രയും വിലപ്പെട്ട എൻ്റെ സമയവും വേസ്റ്റാക്കി താനൊന്ന് ഇറങ്ങിയെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഒന്ന് ദേഷ്യപ്പെടാതെ സമാധാനമായിട്ട് പറയുന്നേ. അല്ല ശ്രുതി, നീ കണ്ടില്ലേ ഇയാള് ലോട്ടറിയും പോക്കറ്റിൽ വെച്ചുകൊണ്ട് വന്നേക്കുക സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനെന്നും പറഞ്ഞിട്ട്. അപ്പോഴേക്കും അയാൾ പിന്നെയും കടയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഉറപ്പായിട്ട് എനിക്ക് തന്നെ ലോട്ടറി അടിക്കും. ആ ജ്യോത്സ്യം പറഞ്ഞത് ഉറപ്പാണ്. എന്തായാലും ഇനി നിങ്ങളുടെ കടയിൽ നിന്ന് ഞാൻ സാധനം വാങ്ങിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ഷോറൂമിലെ സ്റ്റാഫുകളെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ. അവരെല്ലാം ദേഷ്യപ്പെട്ടിട്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങ് ഓടിച്ചു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ പോയി ശ്രുതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഷോറൂമിലേക്ക് മറ്റൊരാൾ കയറി വരുന്നതേ. കണ്ടാലൊരു സ്വാമിജിയുടെ മട്ടും പാവവും ഒക്കെ ഉണ്ട് കേട്ടോ. അയാൾ വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്രയധികം ടെൻഷൻ ആവുന്നത്? ഉടനെ തന്നെ നിങ്ങളുടെ ബിസിനസ് വലിയൊരു ബിസിനസ് നടത്താൻ പോകുന്നു. നിങ്ങൾ ഒരുപാട് ഉന്നതിയിൽ എത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് തന്നെ ആ കസേരയിൽ നിന്ന് അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട്. അതിനുശേഷം അയാൾ ശ്രുതിയോട് പറയുന്നുണ്ട്, അതെ, ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വരുന്നതിന് മുമ്പ് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറയാൻ പറഞ്ഞു എന്ന് പറയണേ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ വല്ല ലെറ്ററും മറ്റും തന്നോന്നേ? ആ ലെറ്ററിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആ ലെറ്റർ തന്നത് ആരാണെന്ന് അറിയണമെങ്കിൽ അമ്പലത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അയാൾ എന്നോട് പറഞ്ഞിട്ട് അങ്ങ് പോയി എന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ അദ്ദേഹവും പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി ഇന്ന് എന്തായാലും നമുക്ക് അമ്പലത്തിലേക്ക് പോകണേ. എന്തിനാ ശ്രുതി ഇതൊക്കെ? അതല്ല ശ്രുതി, എന്തായാലും എന്നെ ഈ പേടിപ്പിക്കുന്നത് ആരാണെന്ന് തിരിച്ചറിയണമല്ലോ. അതിനെന്തായാലും നമുക്ക് അമ്പലത്തിൽ പോകണം. ആ ബോഡി ഗാർഡിനെയും കൂട്ടിയിട്ട് വേണം പോകാനെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഇതെല്ലാം ആ നവീന്റെ പണിയായിരിക്കും. ഇനിയിപ്പോ ഇന്ന് അവനെ എന്താണോ ഒപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും ആ ബോഡി ഗാർഡും കൂടിയിട്ട് അയാൾ പറഞ്ഞ സമയത്ത് അമ്പലത്തിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അമ്പലത്തിന്റെ പുറത്തെത്തുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ്. കാരണം നവീനാണ് ഇതെല്ലാം ഒപ്പിക്കുന്നതെന്ന് ശ്രുതിക്ക് അറിയാം. ഇനിയിപ്പോൾ അവൻ എന്താണോ ഒപ്പിക്കുന്നതെന്ന് ഓർത്തിട്ട് ശ്രുതി ആകെ പേടിച്ചിട്ട് അവിടെ നിൽക്കുകയാണേ. എന്തായാലും ശ്രുതി, ഞാൻ ഉള്ളിലേക്ക് വരുന്നില്ല, ശ്രുതി പോയിട്ട് വാന്നും പറഞ്ഞിട്ട് ശ്രുതി അങ്ങനെയൊന്നും പറഞ്ഞാലൊക്കില്ല. ഈ പ്രശ്നം കാരണം എന്നെക്കാളിലധികം ടെൻഷൻ അടിച്ചത് നീയാ. നിനക്കും പേടിയില്ലേ ആ കത്തൊക്കെ അവൻ തരുന്ന ഓർത്തിട്ട്? എന്തായാലും ഇന്ന് ആരാണെന്ന് അവൻ കണ്ടുപിടിക്കണം. നീയും കൂടി വന്നേ മതിയാവെന്ന് പറയുന്നുണ്ട്. അല്ല ശ്രുതി, എനിക്ക് അർജന്റായിട്ട് ഒരു കോള് ചെയ്യാനുണ്ടെന്നും പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രുതി കൈവിടാതെ തന്നെ ശ്രുതിയെ കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. എന്നിട്ട് ബോഡി ഗാർഡിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. അവന് ആരാണെങ്കിലും ഇറങ്ങി വരുന്ന സമയത്ത് നന്നായിട്ട് അങ്ങ് പൊട്ടിച്ചേക്കണം എന്ന് പറയണേ. അപ്പോൾ ബോഡി ഗാർഡ് ചോദിക്കുന്നുണ്ട്, അല്ല ബോസ്, ഇത് അമ്പലമല്ലേന്നേ? ഓ അത് ശരിയാണല്ലോ, ഞാനതങ്ങ് മറന്നു. ആദ്യം ആരാണ് അവനെന്ന് തിരിച്ചറിയട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. എന്തായാലും താനും എൻ്റെ കൂടെ വാന്നും പറഞ്ഞിട്ട് അയാളെ കൂട്ടിയാണ് കേട്ടോ അവർ കയറി പോകുന്നത്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ മടിച്ചാണ് പോകുന്നത്. ഇനി എന്താവോന്ന് പേടിച്ചിട്ട് അങ്ങനെ അവര് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ശ്രുതി പ്രതീക്ഷിച്ചതുപോലെ തന്നെ നവീനാണെങ്കിൽ ഒരു സ്വാമിജിയുടെ വേഷമൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ അമ്പലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. കയ്യിലൊരു പാത്രമൊക്കെ പിടിച്ചിട്ടുണ്ട്. ആളുകളാണെങ്കിൽ അതിനകത്ത് പൈസയൊക്കെ ഇടുന്നുണ്ട്. ആളുകൾക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവീനെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നവീൻ സ്വാമിയെ കണ്ടതും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അങ്ങോട്ടേക്ക് നോക്ക്,
അവിടെ നല്ല മുഖത്ത് തേജസ്സുള്ള ഒരു സ്വാമി നിൽക്കുന്നു. ആ സ്വാമിയെക്കുറിച്ച് നമ്മുടെ ഭാവി കാര്യങ്ങളൊക്കെ ചോദിക്കാം, നീ ഇങ്ങോട്ടേക്ക് വാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി അതിനെ തടയുന്നുണ്ട്. ശ്രുതി, നമ്മളിപ്പോൾ വന്ന ആളെ കണ്ടുപിടിക്കണമല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നീട് നോക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ നോക്കാം, എന്തായാലും എൻ്റെ ഭാവി എനിക്കൊന്ന് അറിയണമെന്നും പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ ആ സ്വാമിയുടെ അടുത്തേക്ക് അങ്ങ് പോവാണ്. ശ്രുതിയെ കാണുന്നതും ആ സ്വാമിയാണെങ്കിൽ പറയുന്നുണ്ട്, ഭക്ത, ഞാൻ ഈ അമ്പലത്തിൽ ഒരു അന്നദാനം നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്, ഭക്തനെ കൊണ്ട് കഴിയുന്നത് സഹായിക്കണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഈ പൈസ ഇടുമ്പോൾ തന്നെ അയാളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോന്നേ. അതിനൊരു ചാൻസും ഇല്ല, ഞാൻ ഇവിടെ എങ്ങും ഉള്ള ആളല്ല, ഞാനിങ്ങനെ അമ്പലങ്ങളൊക്കെ കയറി ഇറങ്ങി അന്നദാനമൊക്കെ നടത്തുന്ന ആളാണെന്ന് പറയുകയാണെ. അപ്പോഴേക്കും ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, അല്ല ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ആലോചിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയം നവീനാണെങ്കിൽ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ശ്രുതി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതിയുടെ മുഖത്ത് നോക്കിയിട്ട് കല്യാണി കല്യാണി എന്നിങ്ങനെ പറയുന്നുണ്ട് നവീനെ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്താ കല്യാണി കല്യാണി എന്ന് ചോദിക്കുന്നത്? അല്ല, നിങ്ങൾ കല്യാണം കഴിച്ച നിങ്ങളുടെ ഭാര്യയാണോ ഇതെന്ന് ചോദിക്കുകയാണേ. അതെ സാർ, ഇതെൻ്റെ വൈഫാണ്. നിങ്ങൾ ഒരു ബിസിനസ് മാൻ ആണോ എന്ന് ചോദിക്കുകയാണേ. അതെ, അതെങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം, എൻ്റെ ദീർഘദൃഷ്ടിയിൽ ഞാൻ കണ്ടതാണ്. നിങ്ങൾ നല്ലൊരു ബിസിനസ് മാൻ ആണ്. നിങ്ങളുടെ ഭാര്യയെ കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് ഗുണങ്ങൾ വന്നു ചേരുമെന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ ശ്രുതി അതിനകത്ത് അങ്ങ് വീണു പോവാണ്. സ്വാമി, നിങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ളതാണ്. അങ്ങനെ ആ സ്വാമിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അല്ല ഭക്ത, നിങ്ങളിപ്പോൾ എന്തിനാണ് ഈ അമ്പലത്തിലേക്ക് വന്നതെന്നേ? അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്, അമ്പലത്തിലേക്ക് എല്ലാവരും വരുന്നത് തൊഴാനല്ലേ, അതുപോലെ തന്നെയാ ഇവിടേക്ക് വന്നതെന്നേ. അപ്പോഴേക്കും നവീൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാ, എന്ത് പറഞ്ഞാലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, സ്വാമി, എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം വന്നതല്ല, ഒരാളെ കാണാൻ വേണ്ടി വന്നതാന്ന് പറയണേ. ആളെ കാണാനോ? അതാരേന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറഞ്ഞ സ്വാമിക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്നുണ്ട്. എന്നാ നമ്മുടെ നവീൻ സ്വാമി ഉണ്ടല്ലോ പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ പേര് സുധീന്ദ്രൻ എന്നല്ലേ, നിങ്ങളൊരു ബിസിനസ് മാനാണ്, നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് ആകെ അത്ഭുതമാണ് കേട്ടോ. അല്ല സ്വാമി, എന്നെക്കുറിച്ച് എങ്ങനെ നിങ്ങൾക്കറിയാം? അത് ഞങ്ങൾക്ക് ഒരു ജ്ഞാന കണ്ണുണ്ട്, അത് വെച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാം കണ്ടറിയാൻ സാധിക്കും. നിങ്ങളുടെ ഭാര്യ എങ്ങനെയുള്ള ആളാണെന്നും എല്ലാം വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ ഇങ്ങനെ ശ്രുതിയെ നോക്കിയിട്ടാണ് കേട്ടോ നവീൻ പറയുന്നത്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല സ്വാമി, എനിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതേ ഭക്ത, ഞാൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങളിപ്പോൾ ഇവിടെ വന്നത് എന്തിനാണെന്നും നിങ്ങൾ ആരെയാണോ ഉദ്ദേശിച്ച് കാണാൻ വന്നിരിക്കുന്നത് അയാളെ കുറിച്ചും എല്ലാം എനിക്കറിയാന്ന് പറയണേ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അയ്യോ സ്വാമി, എന്നാൽ പറ, ഞാൻ കാണാൻ വന്ന അയാൾ എവിടെയെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും നവീൻ പറയുന്നുണ്ട്, നിങ്ങൾ കാണാൻ വന്ന ആള് ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പ് അയാള് എൻ്റെ കയ്യിലൊരു കത്ത് തന്നേൽപ്പിച്ചു എന്ന് പറയുകയാണേ. കത്തെന്ന് കേൾക്കുമ്പോൾ വീണ്ടും ശ്രുതി അങ്ങ് ഷോക്ക് ആവുന്നുണ്ട്. വീണ്ടും അയാൾ കത്ത് തന്നോ? അതെ, ഇത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ തന്നിട്ട് അയാൾ പോയി എന്നും പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ ഒരു കത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ബോഡി ഗാർഡ് ചോദിക്കുന്നുണ്ട്, ബോസ്, ആ കത്തിൽ എന്താണുള്ളതെന്നേ. അപ്പോഴേക്കും ശ്രുതിക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. നവീൻ ഇനി എന്താണോ അടുത്ത കത്തിൽ ഒപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ആദ്യം ഒന്ന് വായിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ശ്രുതി ആ ലെറ്റർ വായിച്ചു തുടങ്ങുന്നുണ്ട്. നിങ്ങൾ പേടിച്ച് ജീവിക്കുന്ന കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലൂ തരാം. എൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളൊക്കെയാണ് ക്ലൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സിനിമാ നടൻ്റെ പേരാണ്. അയാൾ അഭിനയിച്ചിരിക്കുന്ന കുറേ സിനിമകളുടെ പേര് ഞാൻ പറയാമെന്നും പറഞ്ഞിട്ട് കുറേ സിനിമാ പേരൊക്കെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമ്മുടെ സച്ചിയുടെ പേരുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പേര് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. സച്ചി,
അവനാണ് ഇതെല്ലാം ഒപ്പിച്ചിരിക്കുന്നതല്ലേ എന്നും പറഞ്ഞിട്ട് സച്ചിയുടെ പേരിൽ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ശ്രുതി, സച്ചിയല്ല, സച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്രുതി പറയുന്നുണ്ട്, അല്ല ശ്രുതി, എന്തായാലും അവൻ തന്നെയായിരിക്കും, അവൻ തന്നെയാണ് എന്നെ ഇങ്ങനെ പേടിച്ച് ജീവിച്ച് കാണാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതിലങ്ങ് ഉറച്ചു നിൽക്കുകയാണ്. അതിനുശേഷം ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൊബൈലിൽ നിന്ന് സച്ചിയുടെ ഫോട്ടോ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ദേ, ഞാൻ പറഞ്ഞില്ലേ, ഇവനാണ് സ്വാമി, എന്തായാലും ഇവൻ തന്നെയായിരിക്കും, അവനാണ് എൻ്റെ ജീവിതം നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നതെന്നേ. എന്നാൽ ശ്രുതി മാറി മാറി പറയുന്നുണ്ട്, ശ്രുതി ഒരിക്കലും അത് അങ്ങനെയല്ലെന്നൊക്കെ. എന്നാൽ സച്ചിയുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ നവീൻ ആളെ മനസ്സിലാവുന്നുണ്ട്. കാരണം നവീനും സച്ചിയും തമ്മിൽ മുമ്പൊന്ന് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഒരിക്കൽ നവീനാണെങ്കിൽ നവീനിട്ട് നല്ല അടിയും കൊടുത്തിട്ട് പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തിട്ട് സ്റ്റേഷനിലാക്കിയത് നമ്മുടെ സച്ചിയാണ് കേട്ടോ. അതിൻ്റെ വൈരാഗ്യം നമ്മുടെ നവീന് മനസ്സിലേക്ക് കിടപ്പുണ്ട്. ഓ, ഇവനാണല്ലേ, എന്തായാലും ഇവനിട്ടൊരു പണി കൊടുക്കണമല്ലോ, ഇവൻ കാരണം ഞാൻ ജയിൽ കയറി ഇറങ്ങിയതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയോട് പെട്ടെന്ന് തന്നെ നവീൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇത് നിങ്ങളുടെ ആരാണെന്നേ? ഇത് സ്വാമി, ഇത് എൻ്റെ അനിയനാണെന്ന് പറയാട്ടോ. അപ്പോഴേക്കും നവീൻ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ശ്രുതിയെ നോക്കി ഇങ്ങനെ ഒരു പുച്ഛിച്ച് ചിരിക്കുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, ഇയാൾ തന്നെയാണ് എൻ്റെ കയ്യിൽ ലെറ്റർ തന്നെന്ന് പറയാനേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, കണ്ടോ ശ്രുതി, ഞാൻ പറഞ്ഞില്ലേ സച്ചി തന്നെയായിരിക്കുമെന്ന്, അവൻ തന്നെയാണ് ആ ലെറ്റർ കൊടുത്തതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല ശ്രുതി, സച്ചി എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തായാലും ഇദ്ദേഹത്തിന് തെറ്റുപറ്റിയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്രുതി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി, ഇനി ഒന്നും ആലോചിക്കാനില്ല, സ്വാമി പറഞ്ഞതെല്ലാം കറക്റ്റാണ്, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞ് ആ ബോഡി ഗാർഡിൻ്റെ കൈയും പിടിച്ചിട്ട് ശ്രുതി അവിടെ നിന്നങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ ശ്രുതി കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോഴേക്കും ശ്രുതി അവിടെ തന്നെ നിൽക്കുകയാണല്ലോ. അങ്ങനെ നവീൻ അതെല്ലാം നോക്കി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെ, നീയും വേഗം ചെല്ല്, 30 ലക്ഷം രൂപ കൈ കിട്ടുന്നിടം വരെ ഇതല്ല ഇതിൻ്റെ അപ്പുറവും പലതും നീ കാണേണ്ടി വരുമെന്നും പറഞ്ഞിട്ട് നവീനും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഭയങ്കര കലിപ്പിലാണ് കേട്ടോ ഉള്ളത്. ശ്രുതി എന്തൊക്കെ പറഞ്ഞിട്ടും ശ്രുതി കേൾക്കുന്നു പോലും ഇല്ല. അങ്ങനെ നേരെ ചെല്ലുന്നത് വീട്ടിലേക്കാണ്. ആ ബോഡി ഗാർഡിനെ കൂട്ടിയിട്ടാണ് കേട്ടോ. നീ എന്തിനാ ബോഡി ഗാർഡ് ഇവിടെ നിൽക്കുന്നത്, നീ ഉള്ളിലേക്ക് കയറി വാന്നും പറഞ്ഞിട്ട് അയാളെയും കൂട്ടിയിട്ടാണ് വീട്ടിനുള്ളിലേക്ക് കയറി ചെല്ലുന്നത്. ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി വേണ്ട ശ്രുതി, വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, ഇതിപ്പോ സച്ചിയ ചെയ്തതെന്നൊന്നും നമുക്ക് ഉറപ്പില്ലല്ലോ, നമുക്ക് സമാധാനമായിട്ട് ആലോചിക്കാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ഇനി എന്തായാലും ഇതിനെക്കുറിച്ച് ആലോചിക്കാനൊന്നുമില്ല, അവന് സ്വന്തം ചേട്ടനാണെന്ന് പോലും പറഞ്ഞിട്ട് 1 മാസം കൊണ്ട് എൻ്റെ ഉറക്കം കെടുത്തിയിട്ട് സമാധാനം ഇല്ലാതാക്കിയിരിക്കുകയാണ്, ഇതിന് ഞാനൊരു പരിഹാരം കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നമ്മുടെ കയ്യിൽ അതിന് തെളിവൊന്നും ഇല്ലല്ലോ. തെളിവില്ലെന്നോ? ആ സ്വാമിജി പറഞ്ഞത് എല്ലാ കാര്യങ്ങളും കൃത്യമാണ്, ഇതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ അവർ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതിയാണ് കേട്ടോ ആദ്യം കാണുന്നത്. അമ്മ ഇവിടെ എന്തെടുക്കുവാന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, എടാ ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നേ. അതെ, ഇവിടെ മനുഷ്യന്റെ തല കളയാൻ വേണ്ടിയിട്ട് ഓരോരുത്തന്മാർ നടക്കുന്നു, അപ്പോഴാ അമ്മയുടെ ഡാൻസ് പ്രാക്ടീസ് എന്നും പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് ചെല്ലുകയാണേ. അപ്പോഴേക്ക് ഈ ബോഡി ഗാർഡിനെ കണ്ടിട്ട് ചന്ദ്രമതി ഇങ്ങനെ അടിമുടി നോക്കുവാണേ. എടാ ഇതാരാടാന്ന് ചോദിക്കുമ്പോൾ, അമ്മേ ഇതാണ് എൻ്റെ പുതിയ ബോഡി ഗാർഡെന്ന് പറയണേ. ഇയാൾക്ക് എന്താണ് ഇത്രയും പൊക്കം? ഓ, ഇപ്പൊ അമ്മയ്ക്ക് അതാണ് ഇത്ര വലിയ പ്രശ്നം. അമ്മേ, മനുഷ്യനാണ് ഇവിടെ തല പുകഞ്ഞിരിക്കുക, നീ എന്തിനാണ് ഇത്ര തല പുകയ്ക്കുന്നതെന്ന് ചോദിക്കുമ്പോ, അതെ അമ്മേ, ഇത്രയും നാള് എനിക്കൊരു ലെറ്റർ കിട്ടിക്കൊണ്ടിരുന്നില്ലേ? ആ അതേടാ, അത് ആരെ തന്നെന്ന് അമ്മയ്ക്കറിയോ? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ വലിയ സെക്യൂരിറ്റീനെയൊക്കെ നിയമിച്ചിരുന്നത്? അതേമ്മേ, ഞാൻ ഇന്ന് കണ്ടുപിടിച്ചു. അതെ, വേറെ ആരുമല്ല, സച്ചിയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്രമതിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല കേട്ടോ. എടാ നീ എന്താ പറഞ്ഞ, സച്ചിയോ എന്ന് ചോദിക്കാനേ. അതേ അമ്മേ, ആ കുടിയൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ രവിയും ശ്രീകാന്തും നമ്മുടെ രേവതിയും അവിടെ നിൽപ്പുണ്ട്. ശ്രുതി അവിടേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെ അവൻ? ആ കുടിയൻ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി
നടക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിലാണോ. അപ്പൊ ചന്ദ്രമതി വീണ്ടും ചോദിക്കുന്നുണ്ട്, എടാ ഇത് അവൻ തന്നെയാ ചെയ്തതെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അതേ അമ്മേ, ആ കുടിയൻ തന്നെയാ ഇതെല്ലാം കാട്ടിക്കൂട്ടിയെന്ന് പറയാട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതിയാണെങ്കിൽ തുള്ളിക്കൊണ്ട് രേവതിയുടെ നേരെ അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. എടി, നിന്റെ കെട്ടിയോൻ എന്തു പണിയാ ചെയ്തു വെച്ചേക്കുന്നത് നിനക്കറിയോ? ഇല്ലമ്മേ, എന്തു പണിയാ ചെയ്തേക്കുന്നതെന്ന് രേവതി ചോദിക്കുകയാണേ. അതെ, അവനൊരു കത്ത് അയച്ചിട്ടുണ്ട്. അതിന് സച്ചിയേട്ടൻ കത്തയച്ചോന്ന് ചോദിക്കുമ്പോൾ രവി പറയുന്നുണ്ട്, അവനെന്തിനാ കത്തയക്കുന്നേ? അവന് ഫോണില്ലേ? ആ എന്ന് പറയുമ്പോഴത്തേക്കിനും ശ്രീകാന്തൻ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ പറയുന്നത്? സച്ചിയേട്ടൻ ലെറ്റർ അയച്ചോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ വർഷ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. വർഷ വരുന്നതേ നോക്കുന്ന നമ്മുടെ ബോഡി ഗാർഡിനെയാണ് കേട്ടോ. ഇതാരാ? ഇതെന്ത് വലിയൊരു മനുഷ്യനാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കയറി വരുന്നേ. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, സുധിയുടെ ബോഡി ഗാർഡാണെന്ന്. എന്നാ രവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ, എന്താടി ഇതൊക്കെ? ഇവൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു ബോഡി ഗാർഡെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് സുധി പറയുന്നുണ്ട്, അച്ഛാ, എനിക്ക് എൻ്റെ ജീവനില് കൊതിയുണ്ട് അച്ഛാ. ഭയം തോന്നിയിട്ട് ഞാൻ ഇവനെ ശമ്പളം കൊടുത്തിട്ട് അപ്പോയിന്റ് ചെയ്തു വെച്ചേക്കാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ രവി ചോദിക്കുന്നുണ്ട്, എടാ, അതിനു വേണ്ടി പേടിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് എന്ത് കാര്യം ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ, അച്ഛാ, ഞാൻ പേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയോന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്. അപ്പോഴേക്ക് രേവതി ഇടയിൽ കയറി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ എന്ത് ചെയ്തു എന്നാ, നിങ്ങളെ എങ്ങനെ പേടിപ്പിച്ചു എന്നാ പറഞ്ഞ് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, മതിയടി, നിർത്തടി നിന്റെ ഒരു അഭിനയം. കെട്ടിയോനും കൂടി എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നു എന്ന് ചോദിച്ചിട്ട് രേവതിയുടെ നേരെ ദേഷ്യപ്പെടാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ അമ്മേ, അങ്ങനെ ഇങ്ങോട്ട് പറയുന്നേ. ചന്ദ്രമതി വീണ്ടും പറയുന്നുണ്ട്, അതെ, രണ്ടുപേരും കൂടിയിട്ട് എൻ്റെ ശ്രുതിയോടുള്ള അസൂയ കൊണ്ട് അവ മുന്നേറി വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേടി എൻ്റെ മോനെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്, കത്ത് കൊടുത്തിട്ടെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അതെന്താ കത്ത് കൊടുത്ത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്? ശ്രുതിയേട്ടൻ എന്താ കൊച്ചു കുട്ടിയാണോ എന്ന് ചോദിക്കുക. ഈ സമയം വർഷയും ചോദിക്കുന്നുണ്ട്, അതിനു വേണ്ടി എന്താ സച്ചിയേട്ടൻ ഇത്ര വലിയതായിട്ട് ചെയ്തത്? എന്തോ ലെറ്ററിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതെ, അവന് ഓരോ ദിവസം ഓരോ ലെറ്റർ തന്നെ എന്നെ ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് ഒരു ലെറ്റർ തന്നിട്ട് എന്നെ ചുറ്റിയിരിക്കുന്നവർ കാരണം എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് എന്നെ ആകെ ഭയപ്പെടുത്തി. ഞാനൊരു ജോത്സ്യനെ കണ്ടു, അതിന് പരിഹാരം കണ്ടു, കളർ ഡ്രസ്സുകളൊക്കെ മാറ്റി ഇട്ടു എന്ന് പറയാണേ. അപ്പോഴേക്കും ശ്രീകാന്ത് ഇങ്ങനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഓ അതാണോ, കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ പോലെ മാറി ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നുണ്ടായിരുന്നല്ലോ. രവി അപ്പോഴേക്ക് ചോദിക്കുന്നുണ്ട്, എടാ, ഈ ഒരു ലെറ്ററിന്റെ പേരിലാണോ നീ ഇത്രയും ഭയപ്പെട്ട് നടക്കുന്നത്? ഇതിലൊക്കെ എന്തിരിക്കുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഓ അത് മാത്രോ? ഇത് മാത്രം കേട്ടാ പോരല്ലോ, രണ്ടാമതും എനിക്കൊരു ലെറ്റർ കിട്ടിയെന്ന് പറയാനേ. ഇപ്പോഴേക്ക് വർഷിക്കുന്നുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, രണ്ടാമത്തെ ലെറ്ററിൽ എന്താ ഉണ്ടായിരുന്നത്? അതെനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാണ്, അത് പറയാൻ തന്നെ പേടിയാണ്. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും, എൻ്റെ അനിയൻ കൊലപാതകയാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ശ്രീകാന്തിനെ കുറിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി ആകെ ടെൻഷൻ അടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, എടാ നീ എന്തൊക്കെയാ പറയുന്നത്? ഇങ്ങനെയൊക്കെ ആരെങ്കിലും ലെറ്റർ എഴുതുമോന്നേ? അതേ അച്ഛാ, അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, എടാ ഇതൊക്കെ ഓർത്തിട്ട് ആരെങ്കിലും പേടിക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അച്ഛാ, എന്നെ ഒന്ന് വിശ്വസിക്കുക അച്ഛാ, ഇതൊക്കെ ഉള്ളതാണ്, എനിക്ക് ലെറ്റർ കിട്ടിയതാണെന്നൊക്കെ ഇങ്ങനെ ശ്രുതിയാണെങ്കിൽ രവിയും പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നുണ്ട്. അച്ഛന് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ശ്രുതിയോട് ചോദിക്കുന്നു പറയാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതേ എങ്കിൽ അങ്ങനെ ആദ്യവും രണ്ടാമതുമായിട്ട് 2 ലെറ്റർ കിട്ടിയിരുന്നു എന്ന് പറയാണേ. അപ്പോഴേക്കും ശ്രീകാന്ത് ഇടയിൽ കയറിയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ ലെറ്ററിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതിനകത്ത് സച്ചിയേട്ടൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് തന്നെയാണ് കാര്യം, ഈ ലെറ്റർ എല്ലാം എഴുതിയത് സച്ചിയാണെന്ന് പറയണേ. ഇത് കേൾക്കുമ്പോഴേക്കും രേവതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. രേവതി ചോദിക്കുന്നുണ്ട്, ദേ ശ്രുതി, നിന്റെ ഭർത്താവ് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? സച്ചിയേട്ടൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ശ്രുതി അങ്ങ് പറയുന്നുണ്ട്, അതെ, ആര് പറഞ്ഞു? നീയും നിന്റെ കെട്ടിയോനും കൂടിയിട്ടല്ലേ ഇതെല്ലാം ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്?
എന്നിട്ടിപ്പോ ഒന്നും അറിയാത്ത രീതിയിൽ പറയുന്നു. നീ എന്താടി വിചാരിച്ചിരിക്കുന്നത്? എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങ് കൊന്നു കളയാന്നോ, പേടിപ്പിച്ച് കൊല്ലാന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എടി, ആരെങ്കിലും പറയോടി സ്വന്തം അമ്മ അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നുള്ളത് എന്നിങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, ആഹാ ചന്ദ്രേ, അവൻ നിന്റെ മകനാണെന്നുള്ള കാര്യം നിനക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്? എടാ, എന്തായാലും സച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് രവി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ, ഇനി എന്ത് പറഞ്ഞ അച്ഛനെ വിശ്വസിപ്പിക്കേണ്ടത്? അച്ഛനല്ലെങ്കിലും അവനെ കൂടുതൽ അങ്ങ് വിശ്വാസം കൂടുതലാണല്ലോ. അവൻ ലെറ്റർ കൊടുത്തുവിട്ട ആള് തന്നെയാ എന്നോട് നേരിട്ട് പറഞ്ഞെന്ന് പറയണേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, ദേ സച്ചിയേട്ടന് എന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ല. ആവശ്യമില്ലാതെ നിങ്ങളുടെ മകനാണ് സച്ചിയേട്ടനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ഇങ്ങനെ ചന്ദ്രയോട് പറയുന്നുണ്ട് നമ്മുടെ രേവതി. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ദേ അവൻ തന്നെയാണെന്ന് കൺഫേം ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ പറയുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ വർഷ ഇതെല്ലാം ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ശ്രുതിക്ക് എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ശ്രുതിയാണല്ലോ എല്ലാവരോടും വന്നിട്ട് ആദ്യം വഴക്കൊക്കെ ഉണ്ടാക്കുക. എന്നാൽ വർഷ ചോദിക്കുന്നുണ്ട്, അല്ല, ശ്രുതി ചേച്ചി എപ്പോഴും പ്രശ്നങ്ങൾ പറയാറ് ശ്രുതി ചേച്ചിയാണ്, എന്നിട്ടിപ്പോൾ ശ്രുതി ചേച്ചി എന്താ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ പരിഭ്രമിച്ച് പമ്മി നിൽക്കുകയാണ് കേട്ടോ. അത് തെളിവ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, തെളിവോട് കൂടി തന്നെയാണ് ഞാൻ ഈ കാര്യം ഒന്ന് പറഞ്ഞിട്ടുള്ളതെന്നേ. അപ്പോഴേക്ക് ചന്ദ്രമതി ഇടയിൽ കയറി പറയുന്നുണ്ട്, മതി, ഇനി ഇതിനെക്കുറിച്ച് ആരും കൂടുതൽ ഒന്നും സംസാരിക്കണ്ട. ആ കുടിയനും നീയും കൂടിയിട്ട് ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോണമെന്നും പറഞ്ഞിട്ട് രേവതിയുടെ നേരെ അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, സോറി, രവി പറയുന്നുണ്ട്, ചന്ദ്രേ, നീ ഇപ്പോ ഇങ്ങനെ പറഞ്ഞാല് അവരെങ്ങോട്ടേക്കാ പോകുന്നത്? അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അമ്മേ, ഇപ്പോ ഞങ്ങൾ എന്തിനാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്? അതിന് മറുപടിയായിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, എടി, ഇനി ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത്? നീ നിന്റെ കെട്ടിയവനും കൂടിയിട്ട് ഈ വീട്ടിലുള്ള ബാക്കിയുള്ളവരെ കൂടി കൊല്ലാൻ പോലും മടിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രവിയുടെ കൺട്രോൾ അങ്ങ് പോകുന്നുണ്ട്. മതി ചന്ദ്രേ, നീ നിർത്തിക്കോ. ആദ്യം ഇത് ചെയ്തത് സച്ചി ആണോന്ന് പോലും അറിയില്ല, എന്നിട്ട് ഇത് എങ്ങനെയാ എന്താന്ന് പോലും അന്വേഷിക്കാതെ എല്ലാവരും സച്ചിയെ കുറ്റപ്പെടുത്തണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, സത്യം പറ, നിന്നോട് ആരെ ഈ കാര്യങ്ങൾ പറഞ്ഞെന്ന് ചോദിക്കാനേ. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ, ഇന്ന് ഞങ്ങൾ ഒരു അമ്പലത്തിൽ പോയിരുന്നു. അവിടെ വെച്ചിട്ട് ഒരു സ്വാമിജിയാണ് ഇതെല്ലാം പറഞ്ഞതെന്ന് പറയാട്ടോ. ഇത് കേൾക്കുമ്പോഴേക്ക് രവി പറയുന്നുണ്ട്, ആഹാ, അത് കൊള്ളാലോ. ഏതോ ഒരു ജ്യോത്സ്യൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ടാണോ നീ ഇവിടെ വന്നിട്ട് ഇങ്ങനെയെല്ലാം പറയുന്നതെന്ന് ചോദിക്കാണ് കേട്ടോ. അതല്ല അച്ഛാ, അത് മാത്രമല്ല, എനിക്ക് നേരത്തെ തന്നെ സച്ചിയെ സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സ്വാമിജിയും കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് അതെല്ലാം ക്ലിയർ ആയി എന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയും പറയുന്നുണ്ട്, അതെ, സച്ചി തന്നെയാണ്, അവൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് രേവതി പറയുന്നുണ്ട്, ദേ അമ്മേ, സത്യം അറിയാതെ സച്ചിയേട്ടനെ വെറുതെ കുറ്റം പറയരുത്. സച്ചിയേട്ടന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മുന്നിൽ നിന്ന് നേരിട്ട് ചോദിക്കാൻ അറിയാം. അല്ലാതെ പുറകിൽ നിന്നിങ്ങനെ കത്തെഴുതുന്നതും പിന്നിൽ നിന്ന് കുത്തുന്നതും ഒന്നും സച്ചിയേട്ടന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്ന് പറയണേ. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, പിന്നെ അവന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നെഞ്ചു പിരിച്ചു നിന്ന് സ്വീകരിക്കുകയല്ലേ പതിവ്. അമ്മേ, എന്തായാലും സച്ചിയേട്ടന് അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് രേവതി പറയാട്ടോ. അപ്പോഴേക്ക് ശ്രുതി രേവതിയുടെ നേരെ അങ്ങ് ചെല്ലുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കൺഫേം ചെയ്തിട്ട് അവൻ തന്നെ ആണെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത്. പിന്നെ ന്യായമായിട്ട് നോക്കിയാലേ അവനെക്കുറിച്ച് ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടത്. അത് ചെയ്യാതെ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ഓർത്ത് നീ സമാധാനിച്ചു എന്ന് പറയാട്ടോ. എന്നാൽ രവിയാണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ നേരെ ഒരു വരവങ്ങ് വരുന്നുണ്ട് കേട്ടോ. എന്താടാ നീ പറഞ്ഞത്? നീ നിന്റെ അനിയന്റെ പേരിൽ പോലീസ് കേസ് കൊടുക്കൂടാ? എങ്കിൽ പിന്നെ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേര് എന്തിനാ ചന്ദ്ര ഇവിടെ ഉള്ളത്? എന്തായാലും ഇവൻ പഠിച്ചത് വെറുതെ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ രവി പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ഇല്ലച്ചാ, എന്തായാലും ഇത് സച്ചി തന്നെയാ ചെയ്തതെന്ന് ഉറപ്പുണ്ടെന്നേ.
എന്നാൽ നമ്മുടെ രവിയുടെ മട്ടും ഭാവം മാറാൻ തുടങ്ങിയപ്പോൾ തന്നെ ചന്ദ്ര ആ ട്രാക്ക് അങ്ങ് മാറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഭയങ്കര സെൻറ്റി അടിച്ചിട്ട് പറയുന്നുണ്ട്, ദേ നോക്കി രവിയേട്ടാ, ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, സച്ചി ഈ വീട്ടിലുണ്ടെങ്കിൽ സുധിയുടെ ജീവന് തന്നെ ആപത്താണ്, അതെനിക്ക് പേടിയാണെന്നൊക്കെ പറയാട്ടോ. എന്നിട്ട് രേവതിയുടെ നേരെ ചെന്നിട്ട് പറയുന്നുണ്ട്, അവൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നീ രണ്ടെണ്ണവും ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്, ദേ അമ്മേ, ചെയ്യാത്ത തെറ്റിന് അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ല എന്ന് പറയാട്ടോ. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ നീ എന്തു വെച്ചാ വലിയ ന്യായാധിപനല്ലേ, നീ കൂടുതലൊന്നും ഇങ്ങോട്ടേക്ക് പറയണ്ട, ശരിയും തെറ്റുമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇതെൻ്റെ വീടാണ്, ഇവിടെ ആര് താമസിക്കണം ആര് നിൽക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണെന്ന് പറയുന്നുണ്ട്. ഈ സമയം രേവതി പറയുന്നുണ്ട്, ദേ നിങ്ങൾ അങ്ങനെ അങ്ങ് അമ്മ പറയണ്ട, ഇത് എൻ്റെയും കൂടി വീടാണെന്ന് പറയാ കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, ആഹാ കൊള്ളാവല്ലോടി നിന്റെ മനസ്സിലിരിപ്പ്. എടാ സുധി, നീ ഒരു കാര്യം ചെയ്, ആദ്യം ആ സച്ചിയെ വിളിച്ചു വരുത്തെന്ന് പറയാണേ. അപ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അത് തന്നെയാണമ്മേ ഞാൻ ചെയ്യാൻ പോകുന്നത്, അവനെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ അവനെ ഇവിടെ നിന്ന് അടിച്ചിറക്കുമെന്ന് പറയാണേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അതെ നിങ്ങൾ ആര് സച്ചിയേട്ടനെ വിളിക്കാൻ പോകണ്ട. ചന്ദ്രമതി അപ്പോൾ ചോദിക്കുന്നുണ്ട്, അതെന്താടി ഞങ്ങൾ വിളിച്ചാലിനെ, നിങ്ങൾ വിളിച്ചാൽ എന്തായാലും സച്ചിയേട്ടന് ഉറപ്പായിട്ടും വന്നിട്ട് നന്നായിട്ട് ദേഷ്യപ്പെടും, വേണമെങ്കിൽ രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്യുമെന്ന് പറയാട്ടോ. എന്തായാലും രേവതി പറയുന്നത് മാത്രമല്ല, സച്ചി അങ്ങനെ ചെയ്യാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയും സുധിയും പെട്ടെന്ന് തന്നെ അങ്ങ് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഈ പ്രശ്നം ഇവിടെ ഒന്നും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി വിട്ടേര്, എന്തായാലും കയറി വാ, നമുക്ക് അത് വിട്ടേക്കാം, ഇനിയിപ്പോൾ ആരാണ് ചെയ്തതെങ്കിലും അവർക്ക് ദൈവം കൊടുത്തോളൂ എന്നിങ്ങനെ ശ്രുതി പറയാട്ടോ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അതെ എൻ്റെ ഹസ്ബൻഡാണ് ഇങ്ങനെ ചെയ്തതെന്ന് കരുതിയിട്ടല്ലേ നീ ഇങ്ങനെ വലിയ ശാപവാക്കുകളൊക്കെ വിടുന്നത്. ദേ രേവതി, ഞാൻ നിന്റെ ഹസ്ബൻഡിനെ പറഞ്ഞില്ല, ആരാണ് ചെയ്തത് അവർക്ക് കിട്ടിക്കോളൂ എന്നാണ് പറയാട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും അവൻ തന്നെ ചെയ്തെന്ന് നമുക്ക് ഉറപ്പുണ്ടല്ലോ. എടാ സുധി, നീ അവനെ വിളിച്ചു വരുത്തുന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ രേവതി ആണെന്നുണ്ടെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ആ ബോഡി ഗാർഡ് ഇങ്ങനെ വഴിയിൽ നിൽക്കുകയാണ് കേട്ടോ. അയാളെ തട്ടി മാറ്റിയിട്ട് മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് സച്ചിയെ വിളിക്കാനായിട്ട് രേവതി അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സച്ചിന് വരുമ്പോൾ നമ്മുടെ സുധിയെ എടുത്ത് മലത്തി അടിക്കുമോ, നമ്മുടെ ബോഡി ഗാർഡ് എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നമ്മുടെ കത്ത് കൊടുത്ത ആളെ ഉടനെ തന്നെ പിടിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് കൂടി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളായിട്ട് കൂടി രേഖപ്പെടുത്തണം കേട്ടോ.